വീടിന്റെ തൊട്ടടുത്ത് അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ആളെന്റെ കൂട്ടുകാരത്തിയുടെ അച്ഛനും കൂടെയാണ് കേട്ടോ. ഒരു ദിവസം ആള് കനാലിന്റെ മേലെയുള്ള ഒരു മരത്തിൽ കയറിട്ട് തൂങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ചുറ്റൂടുള്ള ചേട്ടന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങളിത് കാണാനായിട്ട് പോകരുത്, കനാലിന്റെ മേലോട്ട് പോകണ്ട, പോലീസുകാരൊക്കെ വന്നിട്ട് ഇറക്കി കൊണ്ടുപോകാനായിട്ട് ഇത്തിരി സമയം എടുക്കും, അപ്പൊ അത് കഴിയുന്നത് വരെ നിങ്ങൾ ആരും അങ്ങോട്ടേക്ക് പോകരുത് കിട്ടും എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരത്തികളും കൂടെ പ്ലാൻ ഇട്ടു, നമുക്ക് എങ്ങനെയെങ്കിലും ആള് തൂങ്ങി നിൽക്കുന്നത് കാണാം, പോലീസുകാർ വന്നിട്ട് ഇത് ഇറക്കുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ചേട്ടനെ ഒന്ന് കാണണം എന്നുള്ള ഞങ്ങളുടെ അതിയായ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വെയിലേക്ക് ചാടി. അതായത് നേരിട്ട് കനാലിൻ്റെ അവിടെ പോകുന്ന സമയത്ത് നമുക്കിത് കാണാനായിട്ട് അവർ സമ്മതിക്കൂലല്ലോ. സോ വെയിലേക്ക് ചാടി തൊട്ടടുത്തുള്ള ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തൊടിയുണ്ട്, ആ തൊടിയുടെ വെയിലിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ എത്തി നോക്കി. അന്ന് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഫീൽ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലെങ്കിലും പുള്ളി തൂങ്ങി നിൽക്കുന്നത് ഒരു ക്ലിയർ പിക്ചറായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതായത് കുഞ്ഞു നാളിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അത് ഇപ്പോഴും ആളാ മരത്തിൻ്റെ കൊമ്പിൽ കയറിട്ട് തൂങ്ങി നിൽക്കുന്നത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇവിടെ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള ആൾക്കാരുണ്ടാവും. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അത് ചെയ്തിരിക്കും. അതായത് നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. മേ ബി ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻലോസ് ആയിരിക്കാം, ആരായിക്കോട്ടെ. നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാനായിരിക്കും ആൾ താല്പര്യപ്പെടുക. ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ പറയുകയാണ്, എനിക്ക് റെഡ് കളർ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക, സോ ഞാൻ ഈ റെഡ് കളർ ചുരിദാർ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി നിങ്ങളോട് പറയാണ്, അല്ലടാ നിനക്ക് ബ്ലൂ ആണ് ചേരുക, ഇപ്പം നീ ബ്ലൂ എടുത്തോ, നെക്സ്റ്റ് ടൈം നിനക്ക് റെഡ് എടുക്കാമെന്ന് ആൾ നിങ്ങളുടെ അടുത്ത് പറയും. ഇതേപോലെ തന്നെ മേ ബി നിങ്ങളുടെ ഇൻലോസും ചെയ്യുന്നത് കാണാം അല്ലേ. എനിക്ക് തടിച്ചിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നിനക്ക് സ്ലിം ആയിട്ടുള്ള ബോഡിയാണ് ഇഷ്ടം, അതുകൊണ്ട് നീ മെലിയെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഇൻലോസ് ഉണ്ടായിരിക്കാം. ഇതേപോലെ മക്കളുടെ അടുത്ത് ഉണ്ടാവാം, നീ അധിക സമയം മൊബൈലിൽ ഗെയിം കളിക്കാതെ പുറത്ത് പോയി കളിക്കടാന്ന് പറയുന്ന സമയത്ത് എനിക്ക് മൊബൈലിൽ ഗെയിം കളിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കൂടുതൽ സമയം മൊബൈലിൽ ഗെയിം കളിക്കുന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെയുള്ള സിറ്റുവേഷൻസിൽ ഇവരെ നമ്മൾ പറയുന്നത് എങ്ങനെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം അവരെ കൊണ്ട് എങ്ങനെ അനുസരിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇങ്ങനെ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെ കേൾപ്പിക്കുക എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? എന്നാൽ സംശയം വേണ്ട കേട്ടോ. റിവേഴ്സ് സൈക്കോളജിയിലൂടെ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റിവേഴ്സ് സൈക്കോളജി എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു 20ഓളം പോയിന്റ്സ് ആണ്. ഇനിയിപ്പോൾ റിവേഴ്സ് സൈക്കോളജി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. റിവേഴ്സ് സൈക്കോളജിയിൽ നിങ്ങൾ കൊടുക്കുന്ന കമൻറ്റ്സ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു നെഗറ്റീവ് കമൻറ്റ് ആവുകയും അത് റിപ്പീറ്റഡ്ലി നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അത് വർക്ക് ആവുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ട് ഷോപ്പിൽ പോയി, സെയിം നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ തന്നെയാണ്. ആ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇഷ്ടമുള്ള കളർ റെഡും ആൻഡ് നെക്സ്റ്റ് ഇഷ്ടമുള്ള കളർ യെല്ലോയും ആണെന്ന് വിചാരിച്ചു. ബ്ലൂ നിങ്ങൾക്ക് ഇഷ്ടമേ അല്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 കളറിലുള്ള, അതായത് നിങ്ങൾക്ക് ആദ്യം ഇഷ്ടമുള്ള റെഡ് കൊടുത്തു, അതിൻ്റെ രണ്ടാമത് ഇഷ്ടമുള്ള യെല്ലോയും എടുത്തു, അതിൻ്റെ പുള്ളിക്ക് ചോയ്സ് കൊടുക്കുകയാണ്, ഇക്കൊക്കെ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് രണ്ടെണ്ണത്തിൽ ഞാൻ ഏതെടുക്കണം എന്നുള്ളൊരു ചോയ്സാണ് വരുന്നത്. അപ്പോൾ അവിടെ ബ്ലൂ ഒരു മാറ്റർ ആയിട്ടേ വരുന്നില്ല. ഈവൻ ഇനി ആൾ ബ്ലൂ ആയിട്ട് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറയാം, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും പ്ലീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാനുള്ള കൊതി കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൾ തീർച്ചയായിട്ടും അതിലേതെങ്കിലും ഒന്ന് പിക്ക് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച റെഡ് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ച സെക്കൻഡ് ഇഷ്ടപ്പെട്ട സാധനം യെല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതെങ്കിലും എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും എന്നുള്ളതാണ്. ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അടുത്തും പറയാം. അതായത് നീ ഭക്ഷണം കഴിച്ചിട്ട് നീ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, അത് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്, അത്തരത്തിൽ ചോദിക്കാം. ഈവൻ അത് നിങ്ങൾക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ചോദിക്കാം കേട്ടോ. അതായത് പിന്നെ നീ ഹോംവർക്ക് എഴുതി കഴിഞ്ഞിട്ടാണോ ചോക്ലേറ്റ് കഴിക്കുന്നത്, അത് ചോക്ലേറ്റ് കഴിച്ചിട്ടാണോ ഹോംവർക്ക് എഴുതുന്നത് എന്ന് ചോദിക്കാം നിങ്ങൾക്ക്. അപ്പോൾ കൂടുതലും കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന കാര്യം ഞാൻ ചോക്ലേറ്റ് കഴിച്ചിട്ട് ഹോംവർക്ക് എഴുതാമെന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് അപ്പോൾ ഒരു ഹോംവർക്ക് എഴുതാനായിട്ട് അവർ മൈൻഡ് പ്രിപ്പയർഡ് ആയി. ഈവൻ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പോയിട്ട് ഗെയിം ഓഫ് ആക്കിയിട്ട് നീ പോയിട്ട് ഹോംവർക്ക് എഴുതുക എന്ന് പറയുന്നതിനേക്കാൾ നീ ഹോംവർക്ക് എഴുതിയിട്ടാണോ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കാണിച്ചിട്ട് റിവാർഡ് കാണിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് ഇവർ ഹോംവർക്ക് എഴുതാൻ വേണ്ടി പ്രിപ്പയർഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് കമൻറ്റ് വയ്ക്കാം, അല്ല നല്ലത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ഹോംവർക്ക് എഴുതിയിട്ട് വന്നിട്ട് നമുക്ക് സമാധാനത്തോടെ എല്ലാവർക്കും പാടെ ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കാമല്ലോ, അതല്ലേ കുറച്ചും കൂടെ നല്ലത്. ആ രീതിയിലേക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്കത് ഭയങ്കര ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കൊരു കാര്യം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ഒരു ബുക്ക് ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, ഈ മലയാള മനോരമ വാരികകളൊക്കെ ഇല്ലേ, അവരുടെ ഇത്താത്തമാർ കുട്ടികൾ കാണാതെ അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുത്രേ. അപ്പോൾ ഇന്നലെ നമ്മൾ നോമ്പ് തുറക്ക് പോയ സമയത്ത് ഉണ്ടായ ഒരു കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. താത്തമാരും അനിയത്തിമാരെ കുറിച്ച് പറയായിരുന്നു. അവരുടെ താത്താരെ മലയാള മനോരമയൊക്കെ വാരികകളെ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുമായിരുന്നു അത്രേ. എന്നിട്ട് ഇത് കുട്ടികൾ വായിക്കരുതെന്ന് പറഞ്ഞിട്ട്, ഇവരിത് വായിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒളിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഇവരത് ഏന്തി വലിച്ചെടുത്ത് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് വീട്ടുകാരാണ് അതായിട്ട് പുലർച്ചെ എഴുന്നേറ്റിട്ട്, ഇന്നലെ താത്താർ പറയുന്നുണ്ടായിരുന്നു, നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാനല്ലേ ഇപ്പോൾ എഴുന്നേക്കുന്നത്, അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു നോവൽ വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുലർച്ചെ എന്നുള്ളത്. ആരും കാണാതെ എഴുന്നേറ്റ് ഈ ചിമ്മിണി വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട്
വന്നിട്ട് ഈ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര രസകരമായിരുന്നു കേട്ടോ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറയും, സെയിം റിവേഴ്സ് സൈക്കോളജിയാണ്. അതായത് ഈ ഒരു ബുക്ക് അഡൾട്ട്സിന് മാത്രമുള്ളതാണ്, ഇത് കുട്ടികളൊന്നും വായിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അത് അടുത്ത് വെക്കുന്നത്. ഈ സാധനം വായിക്കാനുള്ളൊരു താല്പര്യം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾക്കും ഇത് തന്നെ അപ്ലൈ ചെയ്യാം. അതായത് ഒരു കോണ്ടന്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികളോട് പറയാം, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്, അത് നീ വായിക്കണമെന്നില്ല, അത് നീ വായിക്കണ്ട കേട്ടോ, അതിൽ കുറച്ച് സീക്രറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലുള്ള സീക്രട്ട് എന്താണ് എന്ന് നോക്കാനായിട്ട് കുട്ടികൾ ഇത് വായിക്കും. ഈ ഒരു സാധനം 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവും. കാരണം നമുക്കൊരു ബയോളജിയിൽ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് കൂടുതലും വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, റീപ്രൊഡക്ഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയും അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, നിങ്ങളത് വായിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് പോകാറുണ്ട്, ചില ടീച്ചേഴ്സ് എങ്കിലും കേട്ടോ. അപ്പോൾ ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇവർ വേഗം എടുത്തിട്ട് ആ ഒരു പോർഷൻ മാത്രം എടുത്ത് വായിക്കുന്നതും കാണാറുണ്ട്. അതേപോലെ ഞങ്ങളുടെ പഠിക്കുന്ന 10th പഠിക്കുന്ന സമയത്ത് HIV കുറിച്ചിട്ടുള്ള അവയർനെസ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഈ 2 ക്ലാസ്സിലും കൂടുതലും അവർ പറയുന്ന കാര്യം ബോയ്സ് വേണമെങ്കിൽ ഇരുന്നാൽ മതി എന്ന് ടീച്ചേഴ്സ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ വാക്ക് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ബോയ്സ് കംപ്ലീറ്റ് അവിടെ അറ്റൻഡൻസ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടുന്ന സമയത്ത് ഇവർക്ക് അവിടെ വന്നിരിക്കാനും അത് കാണാനും ഒക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ബോഡി ഷേമിങ് വരുന്നൊരു ഭാഗമാണ് ഇൻലോസിൻ്റെയും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് അല്ലേ. നിങ്ങൾ ഓൾവേസ് ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയിട്ട് പറയണേ എനിക്ക് തടിയാണ് ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയും നീ മെലിഞ്ഞിരിക്കുന്നതാണ് കാണാൻ ഭംഗി എന്നുള്ളതൊക്കെ. കാരണം അവരുടെ ക്യാരക്ടർ എങ്ങനെയാണല്ലോ. ഇതേ സമയം നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് അയ്യോ എനിക്ക് തടി ഇഷ്ടമല്ല, ഞാൻ തടിച്ച് വരുന്നത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ബോറാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും തടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിന്നെ കാണാൻ ഭയങ്കര സൂപ്പറാണ്, അത്രമാത്രം വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അവർ നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തടിയെക്കുറിച്ച് അവർ മോശമായിട്ടൊന്നും പറയരുത് എന്നുണ്ടെങ്കിൽ അവരുടെ ഈ റിവേഴ്സ് സൈക്കോളജി നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി മെയിനായിട്ട് മരുമക്കൾ സന്തോഷമായിട്ട് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഫാമിലിയിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് പോകാൻ പെർമിഷൻ കിട്ടാത്ത മരുമക്കൾക്കുള്ള ടിപ്പാണ്. അതായത് നിങ്ങളുടെ അമ്മായിയമ്മയ്ക്കും മാത്തുമാർക്കും ഒന്നും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതോ നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നതോ ഒന്നും താല്പര്യമില്ല. അതായത് കുറച്ച് കുനിറ്റും കുശുമ്പൊക്കെ ഉള്ള ഒരു അമ്മായിയമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിക്കാവുന്നതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ അടുത്തും അമ്മായിയമ്മയുടെയും നാത്തുമാരുടെയൊക്കെ പെർമിഷൻ വാങ്ങിക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നാളെ ഇക്കാക്ക് ലീവ് എടുത്തിട്ട് എന്നെക്കൊണ്ട് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഉമ്മ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറയുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ, ഞാൻ ഇക്കാക്കയുടെ കൂടെ ഒന്ന് പുറത്ത് പോയി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഉമ്മ എന്നൊന്ന് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടത് താത്ത എന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ മിക്കവാറും അവർ പറയുന്ന കാര്യം എങ്ങനെയായിരിക്കും, നിനക്കും അവനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ, നിങ്ങൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്, ഉമ്മ എന്ത് കാര്യത്തിനാണ് അവൻ വിളിച്ചത്, വേണമെങ്കിൽ നീ ഒന്ന് പോയിട്ട് വന്നോ എന്നുള്ളത്. സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവരോട് ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത് ഇക്കാക്കയുടെ കൂടെ കറങ്ങാൻ പോകണമെന്ന് അവർക്ക് മനസ്സിലാവുന്ന സമയത്ത് നൈസായിട്ട് അവർ ഇതെടുത്തിട്ട് തരും, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ, അതായത് ഉമ്മ വിളിച്ചുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോയിക്കോ, ഇക്കാക്കയുടെ കേസ് നമുക്ക് പിന്നെ നോക്കാന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഒരാളോട് പറയണം നിന്നെ കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റൂല, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നീ ഭയങ്കര ഇതാണ്, ആ ഒരു രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാതിരിക്കുക. ഇത് റിപ്പീറ്റഡ്ലി കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അവർ അതിലോട്ട് കയറി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് റിപ്പീറ്റഡ്ലി കൊടുക്കാൻ പാടില്ല. വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞ പോലെ വല്ലപ്പോഴും മാത്രം കൊടുക്കാം. ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നൊരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം എനിക്ക് തോന്നുന്നില്ല നിന്നെ കൊണ്ട് അത് നിർത്താനായിട്ട് പറ്റുമോ എന്നുള്ളത്, നമുക്ക് വേണമെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്റർ നോക്കിയാലോ, നിനക്ക് ഒറ്റയ്ക്ക് അത് നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആളൊന്ന് ശ്രമിച്ച് നോക്കി ഇങ്ങനെ ചെയ്യും. ശരി അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ഇവിടെയൊക്കെ അതൊന്ന് കാണിച്ചു കൊടുക്കണം എനിക്ക് നിർത്താനുള്ള വിൽ പവർ ഉണ്ടെന്നുള്ളത്, ആ രീതിയിലൊന്ന് ശ്രമിച്ച് നോക്കി ഇങ്ങനെ ചെയ്യും. പക്ഷേ അതന്നെ നിങ്ങൾ പറയണം നിന്നെ കൊണ്ട് പറ്റില്ല, നിനക്ക് ഒരിക്കലും നിർത്താനായിട്ട് പറ്റില്ല, നീ ഭയങ്കര വീക്കാണ്, അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തന്നെ ഒരു സാധനം തോന്നും, എന്ത് എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ആവരുത്. വൺസ് ഇൻ എ വൈൽ ഒന്ന് പറയാം, എന്നിട്ട് വിട്ടേക്കാം. ആ ഒരു വാശി കയറ്റാൻ വേണ്ടി പറയുന്നതാണെന്നാണ് ആ രീതിയിൽ പറയാം, എന്നിട്ട് അത് വിട്ടേക്കാം കേട്ടോ. ഇനി ഇതേ കാര്യം നിങ്ങളുടെ വർക്കേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീക്ക്ലി വൺസ് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് ഈ ഒരു മൺഡേ തുടങ്ങി സാറ്റർഡേയിൽ അവസാനിപ്പിക്കേണ്ട ഒരു ടാർഗറ്റാണ്. അത് നിങ്ങൾ ആളോട് പറയാണ്, വ്യാഴാഴ്ചയ്ക്കകത്ത് തീർക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ആക്ച്വലി തീർക്കുമെന്ന് വിചാരിക്കുന്ന ആളോട് നിങ്ങൾ പറയണം, ശരിക്കും നിനക്ക് ശരിക്കും നീ ഇത് പറഞ്ഞത് വേണമെങ്കിൽ ബുധനാഴ്ച കൊണ്ട് തന്നെ തീർക്കാനുള്ള പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നീ ബുധനാഴ്ച കൊണ്ട് തീർക്കുന്നു, നിനക്ക് നല്ല കഴിവുണ്ടെങ്കിൽ നീ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്, അപ്പോൾ ബുധനാഴ്ച കൊണ്ട് തീർത്തിട്ട് നിനക്ക് വ്യാഴാഴ്ച സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് തന്നെ ഗിഫ്റ്റ് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്ന സമയത്ത് ആക്ച്വലി ശനിയാഴ്ച കൊണ്ട് തീരേണ്ട പരിപാടിയാണെങ്കിൽ പോലും അവരത് ബുധനാഴ്ച തീർക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കമൻസ് കൊടുക്കാം. നിങ്ങൾ അതേ സാധനം പോയിട്ട് എടാ ശനിയാഴ്ചൻ്റെ ഉള്ളിൽ തീർക്കണം കേട്ടോ, ബുധനാഴ്ചൻ്റെ ഉള്ളിൽ തീർക്കണം കേട്ടോ, നീ അത് തീർത്ത് കഴിഞ്ഞാൽ നിനക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും അവർക്ക് തീർക്കാൻ പറ്റില്ല. ഇവൻ അത് നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ നോക്കാം. ഇപ്പം നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, മറ്റന്നാളാണ് എക്സാം, അതിനകത്ത് നിങ്ങൾക്ക് 3 പാഠം തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മുതലേ നിങ്ങൾ പഠിച്ചെടുത്താലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ 3 പാഠം കവറാവാൻ പറ്റില്ല. പക്ഷെ അതേ സാധനം 3 ദിവസത്തെ സമയം തന്നിട്ട് നിങ്ങൾക്ക് ഈ 3 പാഠം പഠിക്കാൻ തന്നാലും, ഒരു ദിവസത്തെ സമയം തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഈ 3 പാഠം പഠിക്കാൻ പറഞ്ഞാലും മേ ബി നിങ്ങൾ ആ ഒരു ദിവസത്തിനകത്ത് പഠിച്ചു തീർക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാളെയാണ് എക്സാം എന്നറിയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ അയ്യോ നാളെയാണ്, ഇനി വേറെ സമയമില്ലല്ലോ, എനിക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ, എനിക്കിപ്പോൾ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളൊരു വാശി വരുന്നുണ്ട്. ഈ ഒരു സാധനം തന്നെയാണ് നമ്മളവിടെ റിവേഴ്സ് സൈക്കോളജിയിലൂടെ പ്രാക്ടിക്കലി പോസിബിൾ ആക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സാധനം നിങ്ങൾക്ക് കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല കാര്യങ്ങളിൽ മക്കൾക്ക് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതായത് എനിക്ക് തോന്നുന്നു 2 പേരും പാടെ ബുക്സ് അടുക്കി വയ്ക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരുടെയാണ് ആദ്യം കഴിയാമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു മസിൽ പവറിൽ കുറച്ച് കൂടുതൽ ഏട്ടനാണ് അല്ലെങ്കിൽ അനിയനാണ്, പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ അനിയത്തിക്കാണ്. ഇതിൽ ആരാണ് ആദ്യം തീർക്കണമെന്ന് നമുക്ക് നോക്കാം എന്നുള്ളൊരു കാര്യം പറയണം. അതായത് ശാരീരികമായിട്ട് നല്ല കഴിവ് ചേട്ടനുണ്ട്, പക്ഷെ മാനസികമായിട്ട് കുറച്ചും കൂടെ ഐക്യു കൂടുതലുള്ള, കുറച്ചും കൂടെ ബുദ്ധിമതി സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അനിയത്തിക്കാണ്. നമുക്ക് നോക്കാം, 2 പേരും പവർഫുള്ളാണ്, ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിങ്ങളൊരു കമൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും മത്സരിച്ചെടുക്കും എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ വൺസ് ജയിച്ചാൽ നെക്സ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടുന്ന ടാസ്ക് എന്ന് പറയുന്നത് അടുത്ത ആൾക്ക് ജയിക്കാൻ പാകത്തിനുള്ള ഒരു ടാസ്ക് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടായിരിക്കണം. അവരുടെ ഇടയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് അത് ഹെൽത്തിയർ കോമ്പറ്റീഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്തണം. പലപ്പോഴും നമ്മൾ സിബ്ലിങ്സിൻ്റെ ഇടയിൽ കമ്പയർ ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് വളരെ വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവർ തമ്മിലൊരു ഫൈറ്റ് വരാനും ദേഷ്യം ഉള്ളിൽ സൂക്ഷിക്കാനൊക്കെ. സോ നിങ്ങൾ അതിൽ നിന്നൊരു ഒഴിവ് കൊടുക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഹെൽത്തിയർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗെയിംസ് മാത്രം നിങ്ങൾ ചലഞ്ചായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റിവേഴ്സ് സൈക്കോളജി എങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആക്കേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.